നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാഡിസൺ സ്ക്വയറിൽ മോദിക്ക് ഇന്ത്യൻ വംശജരുടെ ഊഷ്മള സ്വീകരണം. നരേന്ദ്രമോദി ബറാക് ഒബാമ കൂടിക്കാഴ്ച നാളെ. മോദിക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വിവിധ സംഘടനകൾ. പശ്ചിമേഷ്യൻ മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ UAE 3 നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ്. നടപടി രാഷ്ട്രങ്ങളുടെ സ്ഥിരത നിലനിർത്തി തീവ്രവാദം ഇല്ലാതാക്കുന്നതിന്. ഹജ്ജിനായി സംസ്ഥാനത്ത് നിന്നുള്ള അവസാന വിമാനവും അല്പസമയത്തിനകം ജിദ്ദയിലെത്തും. 2 വിമാനങ്ങളിലായി 700 തീർത്ഥാടകരെത്തും. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അവസാന ഘട്ടത്തിൽ അനുമതി ലഭിച്ച 48 ഹാജിമാരുടെ യാത്ര മുംബൈ വഴി. ഇന്ത്യയിൽ നിന്നുള്ള അവസാന വിമാനവും നാളെ. മസ്കറ്റിൽ നിന്ന് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഒമാൻ എയർ സർവീസ് വർദ്ധിപ്പിക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഒമാൻ എയർ CEO പോൾ ഗ്രിഗറോവിച്ച്. ബജറ്റ് എയർലൈൻ തുടങ്ങാൻ ഒമാൻ എയർ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗ്രിഗറോവിച്ച്. വാർത്തകളിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ ഉജ്ജ്വല സ്വീകരണം. മാഡിസൺ സ്ക്വയറിൽ ഇന്ത്യൻ സംഘടനകളാണ് മോദിക്ക് സ്വീകരണമൊരുക്കിയത്. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിപുലമായ പരിപാടികളോടെയാണ് മാഡിസൺ സ്ക്വയർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെയും ഭർത്താവ് L. സുബ്രഹ്മണ്യന്റെയും നേതൃത്വത്തിലുള്ള കലാപരിപാടികളും അരങ്ങേറി. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഗോള അംഗീകാരത്തിന് കാരണം പ്രവാസികളാണെന്നും പറഞ്ഞു. आज भारत में 65% पॉपुलेशन 35 एज ग्रुप से नीचे है. 35 से कम आयु के 65% जिस देश के पास नौजवान हो, जिसके पास ऐसी सामर्थ्यवान भुजाएं हो. ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. ജനസംഖ്യാനുപാതികമായി ഇന്ത്യക്ക് ആവശ്യങ്ങളും കടമകളുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ സ്വീകരണവേദിക്ക് പുറത്ത് പരിപാടിക്കെത്തിയ പ്രമുഖ മാധ്യമപ്രവർത്തകൻ രജ്ദീപ് സർദേശായിക്ക് മർദ്ദനമേറ്റു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരാണ് സർദേശായിയെ ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. കശ്മീർ വിഷയത്തിൽ UN പൊതുസഭയിൽ നവാസ് ഷെരീഫ് നടത്തിയ വിമർശനത്തിന് മോദി ഇന്നലെ അതേ വേദിയിൽ തന്നെ മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബറാക് ഒബാമയുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നത്. അതേസമയം അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ തയ്യാറെടുപ്പുകളില്ലാതെയാണ് മോദി ഒബാമയുമായി ചർച്ചയ്ക്കൊരുങ്ങുന്ന വിമർശനമുണ്ട്. ഇന്ത്യ പാക് ചർച്ചകൾക്ക് തടസ്സം നേരിട്ടതിനെ ചൊല്ലിയാണ് ഇരു രാഷ്ട്ര നേതാക്കളും UN പൊതുസഭയിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യക്കാണെന്ന് നവാസ് ഷെരീഫും പാകിസ്ഥാനാണെന്ന് നരേന്ദ്രമോദിയും വാദിച്ചു. എന്നാൽ കാശ്മീർ പ്രശ്നത്തിൽ കടുത്ത നിലപാടെടുത്ത പാകിസ്ഥാൻ കശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് UN പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ഇതിന് മോദി മറുപടി പറഞ്ഞെങ്കിലും കശ്മീർ വിഷയത്തിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് പാകിസ്ഥാന്റെ ഈ ആവശ്യം തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തുന്നതെങ്കിലും കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര മുന്നൊരുക്കം ഇന്ത്യ നടത്തിയിട്ടില്ലെന്ന് വിമർശനമുണ്ട്. ആണവ നയം, ഭക്ഷ്യ സബ്സിഡി, India-US നയതന്ത്ര ബന്ധം, വിദേശ നിക്ഷേപം എന്നിവയാണ് ഒബാമയുമായി മോദിക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയങ്ങൾ. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതികളോ നയതന്ത്ര നീക്കങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വിഷയങ്ങളിലെ ഇന്ത്യൻ നിലപാടുകളോട് അമേരിക്കൻ കോൺഗ്രസിന് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മോദി ഒബാമ കൂടിക്കാഴ്ച എത്രമാത്രം വിജയകരമാകുമെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ന്യൂയോർക്കിൽ GCC വിദേശകാര്യമന്ത്രിമാരുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നടത്തിയ ചർച്ചയിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഊർജ, വ്യാപാര, സുരക്ഷാ മേഖലകളിൽ GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച നടന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു നേരിടേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളും വിലയിരുത്തപ്പെട്ടു. ഇന്ത്യ ഏഷ്യയിലെ വൻ സ്വാധീനമുള്ള സാമ്പത്തിക ശക്തിയായി ഉയർന്നത് അഭിനന്ദനാർഹമാണെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ പറഞ്ഞു. ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സംബന്ധിച്ചും തീവ്രവാദം ചെറുക്കാൻ സ്വീകരിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളെക്കുറിച്ചും ഇരുഭാഗത്തിന്റെയും അഭിപ്രായങ്ങൾ യോഗത്തിൽ പങ്കുവെക്കപ്പെട്ടു. മീഡിയ വൺ, ബഹ്റൈൻ.
പശ്ചിമേഷ്യൻ മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. രാഷ്ട്രങ്ങളുടെ സ്ഥിരത നിലനിർത്തി തീവ്രവാദം ഇല്ലാതാക്കാനാണ് UAE ഉദ്ദേശിക്കുന്നത്. സഹിഷ്ണുതയോടെയുള്ള സമീപനത്തിലൂടെയും തുറന്ന ചിന്തയിലൂടെയും ദുഷിച്ച പ്രവണതകളെ ഇല്ലാതാക്കുക, ജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്താൻ സർക്കാർ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുക, മേഖലയിലെ മാനവിക വിഷയങ്ങളെ കാര്യഗൗരവത്തോടെ പരിഗണിക്കുക എന്നിങ്ങനെ 3 പ്രധാന നിർദ്ദേശങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് മുന്നോട്ട് വച്ചത്. പ്രശ്നകലുഷിതമായ പശ്ചിമേഷ്യയിൽ അവശേഷിക്കുന്ന സമാധാനം നിലനിർത്താനും തീവ്രവാദ പ്രവണതകളെ ഇല്ലാതാക്കാനുമാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശം. ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക ഖിലാഫത്തിന്റെ പേര് പറഞ്ഞ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ISനെ സൈനികമായി നേരിടാൻ UAE തയ്യാറാണ്. എന്നാൽ അതിലൂടെ മാത്രം പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാൻ കഴിയില്ലെന്നും മേഖലയിൽ ക്ഷേമം കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയൂവെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. മോശമായ ഭരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും സാധാരണ പൗരന്മാരുടെ മാനവിക വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ദായിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുഷിച്ച പ്രവണത വരും വർഷങ്ങളിൽ മേഖല അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നമാണ്. UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇവയ്ക്ക് പ്രായോഗികവും പുരോഗമനപരവുമായ പരിഹാരത്തിന് മുൻകൈയെടുക്കുന്നതിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പ്രത്യാശ പ്രകടിപ്പിച്ചു. മീഡിയ 1 ദുബായ്. മസ്കറ്റിൽ നിന്ന് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഒമാൻ എയർ സർവീസ് വർദ്ധിപ്പിക്കുന്നു. ഇതിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഒമാൻ എയർ CEO പോൾ ഗ്രിഗറോവിച്ച് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബജറ്റ് എയർലൈൻസ് തുടങ്ങാൻ ഒമാൻ എയർ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ എയർ അടുത്ത വേനലിൽ ഗോവയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കും. ആഴ്ചയിൽ 3 സർവീസുകളാണ് ഗോവയിലേക്കുണ്ടാവുക. പിന്നീട് ഇത് 5 ആയി ഉയർത്തും. കൊച്ചി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലേക്ക് നിലവിൽ ദിവസം ഒരു സർവീസ് എന്നത് 2 ആയി ഉയർത്താൻ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് CEO പോൾ ഗ്രിഗറോവിച്ച്, COO അബ്ദുറഹ്മാൻ അൽ ബുസൈദി എന്നിവർ പറഞ്ഞു. ഒമാൻ എയർ ബജറ്റ് എയർലൈൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് CEO വ്യക്തമാക്കി. Today Oman Air is flying to India. We are not allowed to sell every seat because there are restrictions on the number of passengers which may fly between the sub-Indian continent and Oman. Now, if you are still having those restrictions, how can you become a low-cost airline and operate 5, 6, 7, 10 times a day between Delhi and Muscat with one type of aircraft with staff on cash and carry, and where your bookings are coming in via internet only? Today, this market is not ready for it. ചെലവുകൾ കുറച്ച് ഒമാൻ എയർ ലാഭത്തിലാക്കാനുള്ള നടപടികൾ ആവിഷ്കരിക്കുകയാണ്. ഒമാനിലെ പുതിയ വിമാനത്താവളങ്ങൾ സജ്ജമാകുന്നതോടെ ആഭ്യന്തര സർവീസുകൾ കൂടുതൽ സജീവമാകും. സലാല ദുബായ് സർവീസ് വർദ്ധിപ്പിക്കാനും ഒമാൻ എയറിന് പദ്ധതിയുണ്ട്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. നിരവധി വരുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ആശ്വാസമായി UAE ഒമാൻ അതിർത്തിയിലെ അലൈൻ ബുറൈമി എക്സിറ്റിലെ യാത്രാനുമതി പുനരാരംഭിച്ചു. 1 മാസത്തിലധികമായി യാത്രാനുമതി നിർത്തിവെക്കുകയായിരുന്നു. 1 മാസത്തിലധികമായി നിർത്തിവച്ചിരുന്ന UAE ഒമാൻ അതിർത്തിയിലെ അൽ ഐൻ ബുറൈമി എക്സിറ്റ് എൻട്രി പെർമിറ്റ് കർശന നിയന്ത്രണങ്ങളോടെയാണ് പുനരാരംഭിച്ചത്. അൽ ഐനിലെ ഹീലി ചെക്ക് പോസ്റ്റ് അധികൃതർ ഒമാന്റെ ഭാഗമായ ബുറൈമിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് 560 ദിർഹം ഫീസ് ഈടാക്കി നൽകിയിരുന്ന പ്രവേശനാനുമതി നിർത്തിവെക്കുകയായിരുന്നു. അൽ ഐൻ സ്കൂളുകളിൽ പഠിക്കുന്ന ബുറൈമി വിസയിലുള്ള കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം തീർത്തും ചോദ്യചിഹ്നമായപ്പോൾ രക്ഷിതാക്കൾ ദിനേന ചെക്ക് പോസ്റ്റ് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഇതിന്റെ ഫലമായാണ് വീണ്ടും പ്രവേശനാനുമതി നൽകിയത്. അൽ ഐൻ സ്കൂളുകളിൽ പഠിക്കുന്നവർ സ്കൂളുകളിൽ നിന്ന് അനുമതിപത്രം വാങ്ങി പെർമിറ്റ് അപേക്ഷിച്ചാൽ കുട്ടിക്കും രക്ഷിതാവിനും 3 മാസത്തെ പെർമിറ്റ് അനുവദിച്ചു നൽകും. കുട്ടിക്കും രക്ഷിതാവിനും വെവ്വേറെ 560 ദിർഹം ഫീസായി നൽകണം. നേരത്തെ ബുറൈമി വിസയിലുള്ള ഉന്നത തസ്തികയിലുള്ള വിദേശികൾക്ക് അതാത് നാട്ടിലെ സർവകലാശാലയിൽ നിന്ന് 3 വർഷത്തെ ബിരുദ പഠനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകിയാൽ പെർമിറ്റ് അനുവദിച്ചിരുന്നു. എന്നാൽ പുതിയ രീതി അനുസരിച്ച് UAEയിലെ സർവകലാശാലകൾ നൽകുന്ന 4 വർഷത്തെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നാണ് ചെക്ക് പോസ്റ്റ് അധികൃതരുടെ നിലപാട്. കേരളത്തിലെ ത്രിവത്സര ബിരുദ സർട്ടിഫിക്കറ്റ് UAEയിലെ 4 വർഷത്തെ ബിരുദ സർട്ടിഫിക്കറ്റിന് തുല്യമാണെന്ന് അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തിയാലും പെർമിറ്റ് അനുവദിച്ചു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പെർമിറ്റ് ലഭിക്കുന്നവർ അൽ ഐനിൽ പ്രവേശിച്ചാൽ 24 മണിക്കൂറിന് മുമ്പ് തന്നെ ബുറൈമിയിൽ തിരിച്ചെത്തണം. അല്ലാത്തപക്ഷം ഓരോ ദിവസത്തിനും 100 ദിർഹം വീതം പിഴ ഈടാക്കുമെന്നും ചെക്ക് പോസ്റ്റ് വിഭാഗം മേധാവി പറഞ്ഞു. മീഡിയ 1, അൽ ഐൻ. ഒമാനും ഇറാനുമിടയിൽ പുതിയ കപ്പൽ പാത വരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യം ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് 3 മാസത്തിനകം കരാറാകുമെന്ന് ഒമാനിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു.
6 മാസം മുമ്പേ ഇറാൻ ഒമാൻ കപ്പൽപാത സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഒമാനിലെ 4 തുറമുഖങ്ങളിൽ നിന്ന് ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഒമാനിലെ സൊഹാർ തുറമുഖം, സുൽത്താൻ ഖാബൂസ് തുറമുഖം, മുസന്തം, ഷിനാസ് പോർട്ടുകൾ എന്നിവയെ ഇറാനിലെ ബന്ദർ അബ്ബാസ്, ബന്ദർ ഇമാം ഹുമൈനി, ചബഹാർ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കും. പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് ഒമാനിലെ ഇറാൻ അംബാസഡർ അലി അക്ബർ സിബിവെ പറഞ്ഞു. ഒമാനിലെ ഹസബ് തീരവും ഇറാനിലെ ഹിഷം തീരവും തമ്മിൽ പരമ്പരാഗതമായി ചരക്ക് കൈമാറ്റം നടക്കുന്നുണ്ട്. ഇത് മാറ്റമില്ലാതെ തുടരും. ഹസബ് മേഖല കൂടുതൽ വികസിക്കുന്നതോടെ ഈ പാതയിലെ വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഒമാൻ വഴി ഇറാനിലേക്ക് വ്യാപാര ഇടനാഴി സംബന്ധിച്ച ചർച്ചയും സജീവമാണ്. മീഡിയ 1, മസ്കാത്ത്. ഷാർജയെ കുറ്റവിമുക്ത നഗരമാക്കാനുള്ള ഷാർജ പോലീസിന്റെ ക്യാമ്പയിൻ ആരംഭിച്ചു. 3 വർഷം നീളുന്ന പദ്ധതി ഷാർജ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തു. ഷാർജ നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാനും സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 3 വർഷം നീളുന്ന ഷാർജ കുറ്റവിമുക്ത നഗര പദ്ധതി ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ ഹുമൈദ് മുഹമ്മദ് അൽ ഹുദൈരി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക രാജ്യാന്തര ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ, സ്വകാര്യ മേഖലയിലെ 16 വകുപ്പുകളുടെ സഹകരണവുമുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ കുറ്റകൃത്യങ്ങളുടെ തോത് 10.7% കുറഞ്ഞതായും പോലീസ് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തടയുന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. ഷാർജ നഗരത്തിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കാനും പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ക്യാമറകൾ ഘടിപ്പിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും പ്രമുഖ IT ബ്രാൻഡായ ഡെല്ലുമായി നേരത്തെ ഷാർജ പോലീസ് ധാരണയിലെത്തിയിരുന്നു. മീഡിയ 1, ഷാർജ. വിദേശികളുടെ വൈദ്യുതി ബിൽ 100 ദിനാറിൽ കൂടിയാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് കുവൈത്ത് വൈദ്യുതി മന്ത്രാലയം. ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നോട്ടീസ് വിദേശി ഉപഭോക്താക്കളുടെ ഫ്ളാറ്റുകളിൽ പതിച്ചതായി അണ്ടർ സെക്രട്ടറി ആദിൽ അൽ ഷുബൈലി പറഞ്ഞു. വൈദ്യുതി ബിൽ കുടിശ്ശിക അടച്ചു തീർക്കാത്തവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ മരുന്ന് കമ്പനികളുടെ കേന്ദ്രമായി UAE തെരഞ്ഞെടുത്തു. ഇതോടെ 400-ലധികം മരുന്നുകളുടെ വിലയിൽ കുറവുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. വടക്കൻ ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ മരുന്നു കമ്പനികളുടെ കേന്ദ്രമായാണ് അന്താരാഷ്ട്ര മരുന്നു കമ്പനികൾ UAE തെരഞ്ഞെടുത്തത്. പ്രാദേശിക കമ്പനികളുടെയും അന്താരാഷ്ട്ര കമ്പനികളുടെയും സംയുക്ത യോഗമാണ് ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ. ഇതിന്റെ ഭാഗമായി 500ഓളം തൊഴിലാളികളുള്ള മികച്ച ഓഫീസ് സംവിധാനങ്ങൾ UAE ഉണ്ടാക്കുമെന്ന് പബ്ലിക് ഹെൽത്ത് ആൻഡ് ലൈസൻസിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീർ ഹുസൈൻ അൽ ആമിരി പറഞ്ഞു. UAE എയർപോർട്ടുകളിലും ഫ്രീ സോണുകളിലും മരുന്ന് കമ്പനികളുടെ സേവന ഓഫീസുകൾ സ്ഥാപിക്കുമെന്നും അൽ ആമിരി പറഞ്ഞു. ഇതോടെ UAE 422 മരുന്നിനങ്ങളുടെ വില കുറയുമെന്നും അധികൃതർ അറിയിച്ചു. ഇതു സംബന്ധിച്ച് മന്ത്രാലയ പ്രതിനിധികളും വിവിധ മരുന്നുൽപാദന വിതരണ കമ്പനികളും തമ്മിൽ ധാരണയായി. എല്ലാ തരത്തിലുള്ള രോഗികൾക്കും ഉപകാരപ്പെടും വിധമാണ് വിലക്കുറവ് പ്രഖ്യാപിക്കുക. പ്രത്യേകിച്ചും ദീർഘകാല ചികിത്സ ആവശ്യമുള്ള ക്യാൻസർ, ഹൃദ്രോഗം, ഞരമ്പ് രോഗങ്ങൾ തുടങ്ങിയവ ബാധിച്ചവർക്ക് 5ാം ഘട്ടത്തിലെ വിലയിളവ് ഗുണകരമാവും. നേരത്തെ 4 ഘട്ടങ്ങളിലായി രാജ്യത്ത് മരുന്നുവില കുറച്ചിരുന്നു. മീഡിയ 1, ദുബായ്.